ബി യു ആൻഡ് മേക്ക് ദ വേൾഡ് എ കൈൻഡ് പ്ലേസ് എന്ന ലളിതവും എന്നാൽ ആഴമേറിയതുമായ സന്ദേശം ഈ ലോകത്തിന് നൽകുന്ന ഒരു വ്യക്തി. യഥാർത്ഥ സ്വാതന്ത്ര്യവും സന്തോഷവും പുറം ലോകത്തല്ല, മറിച്ച് നമ്മളിൽ തന്നെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തി. ലോകത്തിലെ പല രാജ്യങ്ങളിലും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മോഹൻജി ഫൗണ്ടേഷന്റെ സ്ഥാപകനും പ്രശസ്ത ആത്മീയ നേതാവുമായ ബ്രഹ്മശ്രീ മോഹൻജിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം മോഹൻജി. നമസ്കാരം. മോഹൻജി, അങ്ങ് കോർപ്പറേറ്റ് ലോകത്തിലെ ഒരു വിജയകരമായ ഒരു കരിയറിൽ നിന്നാണ് ആത്മീയതയിലേക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കും അങ്ങ് തിരിഞ്ഞത്. ആ ഒരു വഴിത്തിരിവിനെ കുറിച്ച് അങ്ങൊന്ന് പറയാമോ? അത് ഇപ്പൊ നമ്മുടെ ഏർലി ലൈഫില് അത് അങ്ങനെയാണ് ഫീഡ് ചെയ്യണേ ഇവിടെ. അതായത് ഒരു ജോലി വേണം, ജോലിയിൽ സക്സസ് വേണം, പിന്നെ ജോലി കഴിഞ്ഞാൽ മാരേജ് വേണം. ഒരു യൂഷ്വൽ പാറ്റേൺ ഉണ്ട്, അങ്ങനെയാണ് ആൾക്കാരെ വളർത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിരുന്നു ഞാനും. അതായത് ഒരു കുട്ടി ജനിച്ചാല് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടണം, ജോലി കഴിഞ്ഞ് കല്യാണം, കല്യാണം കഴിഞ്ഞ് വീട്, കാറ്, ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ, ആ പാറ്റേണിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ആഫ്റ്റർ വൈൽ ഇത് മതിയൊന്നും തോന്നും. എല്ലാവർക്കും തോന്നണമെന്നില്ല. ചിലക്ക് ഒരു കാറിന് 2 കാറാവണം, ഒരു വീടിന് 2 വീടാവണം, എന്നാലൊക്കെ സക്സസ് എന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നില്ല. സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു സക്സസ്, കണ്ടന്റ്മെന്റ് ആയിരുന്നു സക്സസ്. അതായത് തൃപ്തി ഉണ്ടോ ജീവിതം കൊണ്ട്. ഇപ്പൊ നമ്മള് വിശക്കുണ്ട്, ഒരു ഊണ് കഴിച്ചു, തൽക്കാലം ശാന്തിയുണ്ട്. പക്ഷെ 2 ഊണ് കഴിക്കാൻ പറ്റുമോ? കാശുണ്ടാവാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പോ പല കാര്യങ്ങളും നമ്മുടെ ഈ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, സക്സസ് മാനദണ്ഡം വാല്യൂ ഇല്ലാണ്ടായി, അതിന് വാല്യൂ ഇല്ലാണ്ടായി. അതായത് വാട്ട് എവർ മണി ക്യാൻ ബൈ, ഇറ്റ്സ് ദെയർ. അതിനൊരു ലിമിറ്റേഷനും ഉണ്ട്. പക്ഷെ എങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഇനഫ്, അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് ദ തിങ്, ദ റിയൽ തിങ് എന്നുള്ള ഒരു ഫീലിംഗ് വന്നു തുടങ്ങി. അത് വന്നത് ഒരു കൺട്രി ഹെഡൊക്കെ ആയപ്പോഴാണ്. അതായത് അതുവരെ നമുക്ക് കാരിയറിൽ ഒരു ഗ്രോത്ത്, ഞാൻ 35 ഇയേഴ്സിൽ ഒരു കൺട്രിയുടെ ഹെഡാണ്. യൂഷ്വലി ഒരു 50 വയസ്സൊക്കെ ആൾക്കാർ ഒരു കൺട്രി ഹെഡ് ആവാൻ. 35 ഇയേഴ്സിൽ ഐ വാസ് റണ്ണിങ് എ കൺട്രി. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേർ വിൽ ഐ ഗോ? ഐ മേ ഗെറ്റ് മോർ മണി, ഐ മേ ഗെറ്റ് മോർ സാലറി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു നിശ്ചലത, അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേഷൻ ലെവലിലേക്ക് വന്നു. Then I started thinking, what is life? What do you want from life? അപ്പൊ ആ യൂഷ്വൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് വന്നു. Then the exploration started. അങ്ങനെ ഒരു ലെവലിന്റെ എഡ്ജിൽ നിൽക്കുമ്പോഴാണ് അമ്മു മരിച്ചു പോയത് 2000-ല്. മകള്. അത് എനിക്ക് ഒരു സ്ട്രിക്റ്റ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. Whatever I thought is going to happen did not happen. Whatever I expected will not happen, it happened. അപ്പൊ നമ്മള് എന്തൊക്കെ മുറുക്കി പിടിച്ചിരിക്കുന്നോ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞപ്പോ പിന്നെ റീഡെഫിനേഷനാണ്, ഫുള്ള് റീഡിഫൈൻ ചെയ്തു. ആ സമയത്ത് അധികം എനിക്ക് സ്പിരിച്വൽ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കോർപ്പറേറ്റിൽ നിൽക്കുമ്പോ നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഈ റീസൺ വെച്ചിട്ടാണ്. ഒരു കാര്യം ഉണ്ടെങ്കിലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ, ഒരു ആവശ്യം ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഒരു ഷെയറിങ്ങോ അല്ലെങ്കിൽ അതൊക്കെ കുറവായിരിക്കും. കാരണം വി ആർ ഓൾവേസ് അണ്ടർ സ്ട്രെസ്, ടാർഗറ്റ്, അത് ഇതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പൊ ഐ ഫൗണ്ട് സം പീപ്പിൾ ഹു ആർ എക്സ്പ്ലോറിംഗ് സ്പിരിച്വാലിറ്റി. ഓരോരുത്തർക്കും ഓരോ മാനദണ്ഡമുണ്ട്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന്. പിന്നെ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി, ഈ ആൾക്കാരുടെ കൂടെ നടന്നാൽ ചിലപ്പോൾ നമ്മളെ ഇവിടെ എത്തില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്, യു ഹാവ് ടു ഡു സെൽഫ് എക്സ്പ്ലോറേഷൻ. അങ്ങനെയാണ് ഐ സ്റ്റാർട്ടഡ് മെഡിറ്റേറ്റിംഗ്. ആ ഹിമാലയൻ ട്രിപ്സും അങ്ങനത്തെ കാര്യങ്ങൾ. മോള് മരിച്ചതിന് ശേഷമാണ് ഫസ്റ്റ് ഹിമാലയൻ ട്രിപ്പ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഓരോ ലെവലില് വൺ ആഫ്റ്റർ ദി അതർ തിങ്സ് ചേഞ്ച്ഡ്. ഇപ്പൊ പറഞ്ഞു സ്ട്രെസ്സും ഇതും. ഇപ്പോഴത്തെ ആധുനിക മനുഷ്യന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് എല്ലാവർക്കും സ്ട്രെസ്സാണ്, സമാധാനം ഇല്ല. അപ്പം മോഹൻജിക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അങ്ങ്. ഇപ്പം ആത്മീയതയിലേക്ക് വന്നപ്പോ അതിൻ്റെതായ പീസും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ ഈ ഒരു മെന്റൽ പീസിന് വേണ്ടിയിട്ട് ശരിക്കും ലളിതമായ രീതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും മെന്റൽ പീസിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മാക്സിമം ചെയ്യുന്നത് ചിലപ്പോ ഇൻടോക്സിക്കൻസ് കഴിക്കും,
അൺകോൺഷ്യസ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ്, സെൻസറി എന്റർടൈൻമെന്റിലേക്ക് പോകും. അങ്ങനെയാണ് ഈ ലോകം നടക്കണേ. ഇനി സ്ട്രെസ് ഒരു ട്രാപ്പാണ്. ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആണെങ്കിൽ അയാൾ നമ്മൾ പറയുന്ന പോലെ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ലോകം കൊണ്ടു നടക്കണേ. ഈ സാലറി അങ്ങനെ ഒരു ട്രാപ്പാണ്. സാലറി എന്ന് പറഞ്ഞ അഡിക്ഷൻ ആണ്. സാലറി ഇല്ലാത്തൊരവസ്ഥ പലർക്കും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാളെ പ്രോഗ്രാം ചെയ്യുന്നത് ഈ സ്ട്രെസ് ലെവലിൽ നിർത്താനും സാലറി ലെവലിൽ നിർത്താനും ഒക്കെയാണ്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പറ്റുള്ളൂ. അതിന് ഫിയർലെസ്നെസ് വേണം. ഒരു ഫിയർലെസ് സ്റ്റേറ്റ് വരണം. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും, ലെറ്റ് മീ ഡൈ ആസ് എ കിങ്. എന്നെ മനസ്സിലാക്കിയിട്ടും എക്സിസ്റ്റൻസ് മനസ്സിലാക്കിയിട്ടും മരിക്കാം. അല്ലാണ്ട് ഒരു വിക്ടിം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്രാക്കറ്റിനകത്ത് നിന്നുകൊണ്ടോ ചെയ്യേണ്ട തോന്നണം. അത് എല്ലാവർക്കും തോന്നില്ല. അത് ഒരുപാട് സാഹചര്യ കാര്യങ്ങളുണ്ട്. സാഹചര്യം ചിലപ്പോൾ സമ്മതിക്കില്ല. അതായത് നമ്മുടെ വീട്ടുകാർ കാണും, ഫാമിലി കാണും, കുട്ടികൾ കാണും, അങ്ങനെ പലതും കാണും. ഞാനെപ്പോഴും പറയല്, യു ക്യാൻ ഓൾസോ ഡു ഇറ്റ് സം ടൈം ടു ബി അലോൺ. ആ സം ടൈം ഈസ് ഓൺലി ഫോർ യു. 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. സ്പെൻഡ് യുവർ ടൈം വിത്ത് ചിൽഡ്രൻ, സ്പെൻഡ് യുവർ ടൈം വിത്ത് പാരന്റ്സ് ഓർ റിലേറ്റീവ്സ്, ഒക്കെ ചെയ്തോളൂ. ടേക്ക് സം ടൈം ഓഫ് ആൻഡ് explore you, ask question. Who am I? What am I doing here? Why am I here? എത്ര കാലത്തേക്ക് ഉണ്ടാവും? ഇപ്പൊ ഞാൻ ഒരു ഉദ്ദേശ കണക്കിപ്പോ പറയുന്നത് 30,000 ദിവസമുള്ളൂ നമ്മളിവിടെ. 30,000 ദിവസം, 35,000 കൂട്ടിക്കോളാം. അത് കഴിഞ്ഞാൽ നമ്മളില്ല. നമ്മൾ എന്തൊക്കെ നേടിയോ അതെല്ലാം ഇട്ടിട്ട് പോകും വേണം. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റില് നമുക്ക് പ്രയോറിറ്റി മാറും. വാട്ട് ആർ യു ഹിയർ ഫോർ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? വാട്ട് ഡു യു വാണ്ട് ഔട്ട് ഓഫ് ദിസ് ലൈഫ്? ഈ വക കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ സെൻസറി പ്ലഷേഴ്സിന്റെ മേലെ ഒരു ലെവൽ ഓഫ് സ്റ്റെബിലിറ്റിക്ക് ചാൻസ് ഉണ്ട്. അത് 3 സ്റ്റേറ്റിൽ ഒരു ദിവസമുള്ള 3 സ്റ്റേറ്റ് ഉണ്ടല്ലോ, വേക്കിംഗ് സ്റ്റേറ്റും ഡ്രീമും ഡീപ് സ്ലീപ്പും. ഇതിന്റെ 3 കൂടിയും നമുക്ക് ഒരു രാജാവിനെ പോലെ പോകാൻ പറ്റും. അങ്ങനെയാണ് ഐ സ്ലിപ്പ് ഇൻ ടു ദ രാജയോഗ പാത്ത്. സ്റ്റാർട്ടഡ് വിത്ത് സെൽഫ് എക്സ്പ്ലോറേഷൻ. അപ്പൊ ഇപ്പൊ ഞാന് ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ട് പറയണത്, how can people come out of stress? Take a decision that okay, whatever the situation is, I will spend time with myself. കാരണം ആ ഒരു ടൈമിന് കോംപ്രമൈസ് ചെയ്യരുത്. ടൈം വിത്ത് യുവർ സെൽഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് യു ആർ ബോൺ അലോൺ, യു വിൽ ഡൈ അലോൺ. ഈ കാണുന്ന ആൾക്കാരും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഡ്യൂറേഷൻ വരെയുള്ളൂ. ദെൻ ഹൂസ് വിത്ത് യു. ആ ഒരൊറ്റ തോട്ടിൽ നിൽക്കണം. എന്നിട്ട് വാട്ട് ഈസ് ദിസ് തിങ്? അപ്പൊ തന്നെ 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ഞാനൊരു ഫിസിക്കൽ ഒരു വ്യക്തിയാണ്, ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം കാണാൻ പറ്റുന്നത്, ഇതെല്ലാം പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി എൻ്റെ ഉള്ളിലുണ്ട്. അതായത് ഫിസിക്കൽ വിസിബിൾ ഉണ്ട്, ഇൻവിസിബിളും ഉണ്ട്. ഈ ഇൻവിസിബിളും വിസിബിളും കൂടുമ്പോഴേ ലൈഫ് ഉള്ളൂ, അതല്ലെങ്കിൽ ലൈഫില്ല. അതായത് ഇൻവിസിബിൾ പോയി, ഇലക്ട്രിസിറ്റി പോയാൽ ബൾബ് കത്തില്ല. ആ ഒരു ലെവലിലേക്ക് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ എന്താണ് ഇൻവിസിബിൾ, ഹൗ ഡു ഐ ഫീൽ ഇറ്റ്? അങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അതിന്റെ റിഫ്ലക്ഷൻ പുറത്തൊക്കെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് നോട്ട് ഡിമാൻഡിങ് എനിത്തിങ്. നമ്മുടെ ഉള്ളിലെ എനർജി, സോളിന് കൂടാ, ആത്മാവ് എന്ത് വേണം പറഞ്ഞോളൂ. ഇറ്റ് ഈസ് നോട്ട് ആസ്കിങ് യു എനിത്തിങ്, നോട്ട് ഡിമാൻഡിങ് എനിത്തിങ്. ഇറ്റ് മെയിൻറ്റെയിൻസ് യുവർ ബോഡി, തോട്ട്സ്, എല്ലാ ആസ്പെക്ട്സിനും കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി സൈലൻസ് വന്നു. ഒരു ആസ്പെക്ട് മനസ്സിലായില്ലേ? സൈലൻസ് ഒരു ആസ്പെക്ട് എന്റെ ഉള്ളിലുണ്ട്. then you start exploring that silence inside. ആ സൈലൻസ് എന്നുള്ളൊരു എക്സ്പ്ലോറേഷൻ വരുമ്പോ തന്നെ സ്റ്റിൽനെസ്സിലേക്ക് എത്തും. നിശ്ചലമായിട്ടുള്ള ആ നിശ്ചലമായിട്ടുള്ള ഇത് വരുമ്പോഴേക്കും മനനം നിൽക്കും, ധ്യാനം വരും. അങ്ങനെ ഓരോ സ്റ്റേജിലേക്ക് നമ്മൾ തന്നെതാൻ പോകും. ഇതൊന്നും ഒരു ഗുരു പോലും വേണ്ട ഇതാ പറയാൻ, നമുക്ക് തന്നെ എക്സ്പ്ലോർ. ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യുന്നത് നമ്മൾ സെൽഫ് എക്സ്പ്ലോറേഷൻ വരുമ്പോഴാണ്. ഒരാൾ പഠിപ്പിച്ചുകൊണ്ടൊന്നും ആവില്ല, ഗൈഡൻസ് കൊടുക്കാൻ പറ്റും, ഈ വഴിക്ക് പോയ ഇന്ന സ്ഥലത്ത് എത്തുന്നു. പക്ഷേ നമ്മുടെ സെൽഫ് എക്സ്പ്ലോറേഷനിൽ കൂടെ മനസ്സിലാവുന്ന ഒരു സത്യമുണ്ടല്ലോ, അതൊരാൾക്കും പറഞ്ഞുതരാൻ പറ്റില്ല. എക്സ്പീരിയൻസിൽ കൂടെ. എന്താ എക്സ്പീരിയൻസിന്റെ ഗുണം വെച്ചാല് ട്രാൻസ്ഫോർമേറ്റീവ്. അത് ഇപ്പൊ ഞാന് ഇമാജിൻ മാളവികയ്ക്ക് തേന്റെ സ്വാദ് അറിയില്ല. ഐ എം ബ്രിങ്ങിങ് സം ഹണി, ഐ എം ഗിവിംഗ് യു 1 സ്പൂൺ ഓഫ് ഹണി. സഡൻലി nobody need to explain what it is to you. അല്ലെ? പിന്നെ ആരെന്തൊക്കെ തേനിനെ പറ്റി പറഞ്ഞാലും യു ഓൾറെഡി നോ. സോ ഫ്രം ബിലീവിംഗ് ടു നോയിങ് ഈസ് എ ബിഗ് ട്രാൻസിഷൻ. നമ്മൾ പുറത്ത് കേൾക്കുന്നൊക്കെ ബിലീവ് എന്നാ.
ബിലീവ് എന്ന് എന്തിനാ പറയണത്? അറിയാത്തോണ്ടാണ്. യു ഡോണ്ട് നോ. അതെ. ഇഫ് യു നോ യു ഡോണ്ട് ഹാവ് ടു ബിലീവ്. അപ്പോഴേ സ്റ്റെബിലിറ്റി വരുള്ളൂ. അതാണ് നമ്മൾ പല ഈ പാതകൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരാത്ത? എല്ലാരും ഈ ബിലീഫ് ലെവലിൽ നിൽക്കണ്. ഇന്നാൾ ഇന്ന മാതിരി പറഞ്ഞിട്ട് അപ്പൊ അത് ശരിയായിരിക്കും. തെറ്റാന്നല്ല പറയണേ, ശരിയായിരിക്കും. പക്ഷെ ഈസ് ഇറ്റ് യുവർ എക്സ്പീരിയൻസ്? ആസ് ലോങ് as it's not your experience, it's not yours. That's not yours. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ശരിക്കും? സെൽഫ് കണക്ഷൻ. നമ്മൾ കണക്ട് ചെയ്യണം. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടാവും. എല്ലാവരും 9 ബില്യൺ ആൾക്കാർ ലോകത്ത്, അവര് കണക്ട് ചെയ്യുന്നത് ഞാൻ വേഴ്സസ് സംബടിയാ. അല്ലെ? അത് വിട്ടിട്ട് ഞാൻ മാത്രമായിട്ട് കണക്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇന്നർ എക്സ്പ്ലനേഷൻ വരും. അതാ പറഞ്ഞ 1 മണിക്കൂറെങ്കിലും നമ്മൾ നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യണം ടൈം. ഒരാളെല്ലാം കട്ട് ഓഫ് ചെയ്യും. അത് എളുപ്പമാണോ ശരിക്കും? അത് ഏർലി മോർണിംഗ് ഒക്കെ പറ്റും നമുക്ക്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് 2:30 AM ഒക്കെയാണ്. കാരണം ഐ വാസ് റണ്ണിങ് എ കൺട്രി. അപ്പൊ എനിക്ക് വലിയ ബിസി വർക്ക് ഉണ്ടായിരുന്നു. ഒരു 8 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ വി സോൾഡ് ദ ടൈം ഫോർ മണി. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു മുന്നേ ഒരു 2-3 AM ടു അപ്രോക്സിമേറ്റ്ലി 8 AM നോബഡി ഡിസ്റ്റർബ്സ് യു. ആ സമയത്ത് ഒരു വലിയ മെഡിറ്റേഷൻ എന്നല്ല ഞാൻ പറയണേ, കണ്ടംപ്ലേഷനാ പറയണത്. മനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇന്നർ എക്സ്പ്ലോറേഷൻ. വാട്ട് ഈസ് ദിസ് തിങ് കോൾഡ് മീ? യുനോ, ദിസ് ഇസ് വാട്ട് ഐ സീ ഇൻ ദ മിറർ. ദിസ് ഇസ് സംതിങ് വിച്ച് പീപ്പിൾ പെർസീവ്. ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണ എങ്ങനെയാ? അവരെങ്ങനെയാണോ അതനുസരിച്ചാ, അല്ലാണ്ട് നമ്മൾ എങ്ങനെയാണോ അങ്ങനെയല്ല. അപ്പൊ ഇതിലൊക്കെ വെറൈറ്റി ഉണ്ട്. 10 പേര് നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോ 10 പേർക്ക് 10 ഭാവത്തിലെ കാണുന്നത്. നമ്മൾ ഈ 10 ഭാവമല്ലല്ലോ. അപ്പൊ ഈ ഒരു കണക്ഷൻ, അതിന്റെ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യമാണ്. നമ്മളോടുള്ള കണക്ഷൻ. മറ്റുള്ള പുറത്ത് എന്തെങ്കിലും ആൾക്കാർ പറയട്ടെ, കാരണം അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അധികാരമുണ്ട്. ഇറ്റ് ഡസന്റ് അഫക്ട് us. ഇറ്റ് മീൻസ് നത്തിങ് ഫോർ us. മോഹൻജിക്ക് മോഹൻജി ഫൗണ്ടേഷൻ, പിന്നെ അമ്മു കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇങ്ങനെ 2 സ്ഥാപനം, അതും ലോകത്ത് എല്ലായിടത്തും ഓൾമോസ്റ്റ് 5 കോണ്ടിനെന്റ്സിൽ 80 കൺട്രീസിലോളം അങ്ങേക്ക് ഇതുണ്ട്. അത് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഞാന് ഈ എക്സ്പ്ലോറേഷൻ ഹിമാലയത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി ഓർഗനൈസേഷൻ. ഞാൻ എന്താ വിചാരിച്ചാല് ഒരു ഓർഗനൈസേഷന്റെയും ചട്ടക്കൂടിൽ വന്നിട്ട് ബൗണ്ട് ആവാൻ താല്പര്യമില്ല. അപ്പൊ ഞാന് ഒരു പ്രാവശ്യം, എല്ലാ കൊല്ലം ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിരുന്നു അന്ന് 2001 മുതലൊക്കെ ഹിമാലയത്തില്. അപ്പോ അവിടെ ചെന്ന സമയത്ത് ഞാന് കുറെ സ്വാമിമാരായിട്ട് സന്യാസിമാരായിട്ട് കണക്ഷൻ. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് മദർ എർത്ത്. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ യു. അപ്പൊ ഞാൻ ഈ ചിൽഡ്രൻ ഓഫ് മദർ എർത്ത് വിചാരിച്ചപ്പോ കുട്ടികളെ നോക്കണം എന്നാണ് വിചാരിച്ചത്. ചിൽഡ്രൻ ഓഫ് മദർ എർത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളൊക്കെ ചിൽഡ്രൻ തന്നെയാണ്. മദർ എർത്തിന്റെ മദറിന്റെ അല്ല മറ്റേ ഭൂമിയുടെ കുട്ടികൾ എന്ന് പറഞ്ഞാല് എല്ലാവരും ഉണ്ട്, എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ തുടങ്ങിയത്. അന്ന് 2003 ഫോം ചെയ്തതാണ് അമ്മു കെയർ ഓവർസീസ് ആക്ട് ഫൗണ്ടേഷൻ. ഇത് രണ്ടും പാരലി തുടങ്ങി. അത് രണ്ടും അതിന്റെ ലെവലിൽ വളർന്നു. ഇന്നിപ്പോ 24 കൊല്ലായില്ലേ, 2026 ആയി. അപ്പോ ഇത്രയും കൊല്ലമായിട്ട് അത് വളർന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ 31 രാജ്യത്തുണ്ട് ആക്ടിവിറ്റി. ലണ്ടൻ ബേസ്ഡാ ആക്ട് ഫൗണ്ടേഷൻ. ഇന്ത്യയില് അമ്മൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് 2010 11 മോഹൻജി ഫൗണ്ടേഷൻ വരുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാല് ആൾക്കാരെ എന്നെ സ്പിരിച്വൽ ലെവലിൽ കണക്ട് ചെയ്ത് തുടങ്ങി. അതിന് മുന്നേ ഞാൻ എഴുതുമായിരുന്നു. എഴുതുന്നതൊക്കെ നോൺ വയലൻസും അഹിംസയൊക്കെയാണ് എഴുതിയിരുന്നത്. അപ്പൊ അത് ആ ലെവലിൽ കുറെ ആൾക്കാർക്ക് ഫോളോ ചെയ്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോ അങ്ങനെ 2008 മുതൽ ആൾക്കാർ അങ്ങനെ കണക്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് mohanji.org എന്നൊരു സാധനം ഇട്ടത്, ഉണ്ടാക്കിയത്. അപ്പോഴും ഞാനൊരു ഐ നെവർ തോട്ട് ദാറ്റ് ഐ വിൽ ബി ഇൻ പബ്ലിക്. ഞാൻ ഐ വാസ് വെരി ഹാപ്പി വിത്ത് മൈ പ്രാക്ടീസസ്. സാലറി വാസ് ഗുഡ്. അപ്പൊ ഐ കുഡ് അഫോർഡ് ടു ബി അലോൺ. ഏറ്റവും കൂടുതൽ നമ്മൾ കാശ് ചെലവാക്കേണ്ടത് ഒറ്റയ്ക്ക് ഇരിക്കാനാ. അത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോ യു ഹാവ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫ്രീഡം ടു ബി അലോൺ. അതുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ വന്ന ആൾക്കാർ വന്നു തുടങ്ങി, തിരക്ക് വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഓർഗനൈസേഷൻ വേണം, അതിന് സ്ട്രക്ചർ വേണം. ആൾക്കാർ വന്ന് അങ്ങനെ അത് സ്ട്രക്ചർ. ഇപ്പൊ പറഞ്ഞ പോലെ 90+ കൺട്രീസിലുണ്ട്. 21-22 രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ലാൻഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാല് 14 രാജ്യത്തുണ്ട്. മോഹൻജി ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒറ്റയ്ക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് സ്വസ്ഥതയും സമാധാനവും നമുക്ക് കണ്ടുപിടിക്കാം, എക്സ്പീരിയൻസ് ആവും എന്നൊക്കെ. പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ കുറച്ചു നേരം ഇരുന്ന ഉള്ള പ്രശ്നങ്ങളും വരികയല്ലേ ചെയ്യാ? ഈ നമ്മൾ ആദ്യം ഇരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ കുറെ ചിന്തകൾ വരും. എനിക്ക് അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട്, അതേപോലെ ചില ആൾക്കാർ അവരെന്ത് എന്നോട് ഇങ്ങനെ പെരുമാറിയത്, ഇങ്ങനത്തെ കുറെ ചിന്തകൾ വരും. അതെല്ലാം വാച്ച് ചെയ്യാം, വരട്ടെ. കാരണം അത് വരുന്നത് എന്തുകൊണ്ടാണ്? അത് എന്തെങ്കിലും ലെവലിൽ ആ ഡാറ്റ ഉള്ളിലുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ വരില്ല. അപ്പൊ അത് വരണത്, അത് വരുമ്പോഴേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സപ്രസ് ചെയ്ത് വെച്ച് നോക്കോ, അത് ഒരു സമയത്ത് അത് എക്സ്പ്ലോഷനായി മാറും. എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ സപ്രസ് ചെയ്യുന്നുണ്ടോ അത് തിരിച്ചു വരുമ്പോ അതിൻ്റെതായിട്ടുള്ള തീക്ഷ്ണതയിൽ വരും, എക്സ്ട്രീം ഇന്റൻസിറ്റിയിൽ വരും. അപ്പൊ ഇത് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ വിചാരിക്കുക. നമ്മൾ ഈ ഓരോ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം വരുമ്പോൾ കുറെ തോട്ട്സ് വരും. ആ തോട്ട്സിനെ നമ്മൾ ഒരു പ്രശ്നമില്ലാണ്ട് നോക്കണം. അതിനാണ് സാക്ഷിഭാവത്തിൽ ഇരിക്കാൻ പറയണേ. സാക്ഷിഭാവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരുന്നുണ്ട്, ദിസ് ഇസ് മീ. ഈ തോട്ടുകൾ നമുക്ക് മുന്നേ കൂട്ടി അറിയാൻ പറ്റില്ലല്ലോ. ഒരു തോട്ട് ആവിർഭവിച്ചതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ അത് വന്നു എന്ന്. അപ്പൊ അത് വരട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ കുറിച്ച് ഒരു ചിന്ത ഇല്ലാണ്ട് വരുമ്പോ ഇതൊക്കെ എന്റെ പുറത്താ തോന്നും. അതായത് ഇത് നടക്കുന്നുണ്ട്, ഞാൻ സിനിമ കാണുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ആ ലെവലിൽ വരുമ്പോ ഡിറ്റാച്ച്മെന്റ് വരും, നമ്മൾ കുറച്ച് അതിൽ നിന്ന് മാറും. അപ്പൊ ഈ ഓണർഷിപ്പ് ആണല്ലോ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സിന്റെ കാരണം. ഇത് ഞാനാണ്, ഇത് എന്റെയാണ്, മീ ആൻഡ് മൈൻ. അതിന്റെ കൂടെ ഐ ബിലോങ് ഹിയർ, ദിസ് ബിലോങ്സ് ടു മീ. ഈ 2 ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്. അതിൽ നിന്ന് വിട്ടിട്ട് ദിസ് ഇസ് ഓൾ ഹാപ്പനിങ്, യു നോ, ഐ എം സ്റ്റിൽ ഹിയർ ടുഡേ, ഹാർട്ട് ഈസ് ബീറ്റിംഗ്, ലൈഫ് ഈസ് മൂവിങ്, ദിസ് ഇസ് ഇറ്റ്. അപ്പൊ ആ ലെവലിൽ വരുന്നിട്ട് നമുക്ക് ആ ഒരു ഫ്രീഡം വരും ഉള്ളിൽ നിന്ന്. ഇതൊക്കെ നടക്കട്ടെ, ലെറ്റ് ദ ഷോ ഗോ ഓൺ, ഒരു ഫീച്ചർ ഫിലിം പോലെ. അപ്പൊ അതില് ഞാൻ കാണുന്നുണ്ട്, വിറ്റ്നസ് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, പക്ഷെ എന്റെ അല്ല. അത് വരുമ്പോഴേക്കും വ്യത്യാസം വന്നു. അപ്പൊ അങ്ങനെയാണ് ഇത് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്. അത് ആദ്യം ഇരിക്കുമ്പോൾ എല്ലാവർക്കും വരും. അത് ഫസ്റ്റ് ലെവലിൽ ഫിയേഴ്സ് വരും, അതിനേലും മുകളിൽ ഈഗോ ഇഷ്യൂസ് വരും. ആ വ്യക്തി എന്നോട് ചിരിച്ചില്ല, അല്ലെങ്കിൽ അവരെന്നോട് ഇതുപോലെ പെരുമാറി, റെസ്പെക്ട് ചെയ്തില്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവരെയൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും, വെറുതെ ഇരിക്കും. അപ്പൊ അതേപോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ കാര്യം ചെയ്യട്ടെ, എനിക്കൊന്നുമില്ല ഇതില് എന്നുള്ള ലെവലിൽ നമ്മൾ അതിൽ നിന്ന് പതുക്കെ ഡിറ്റാച്ച്ഡ് ആവും. മോഹൻജി ഫൗണ്ടേഷനും അമ്മു കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, പാത്ത്ലെസ്നെസ് എന്ന് പറഞ്ഞു. ആ ആശയം എന്താണ് ശരിക്കും? സത്യം, ട്രൂത്താണത്. നോക്കൂ, ഇപ്പോ ഈസ് ദർ എനിബഡി ലൈക്ക് യു ഇൻ ദ വേൾഡ്? നമ്മൾ 9 ബില്യൺ ആൾക്കാരുണ്ട്. വൈ ഇസ് യുവർ തമ്പ് ഇംപ്രഷൻ യൂണീക്ക്? അല്ലെ, റെറ്റിന ഓഫ് ഐസ് യൂണീക്ക്. അപ്പൊ ക്രിയേഷൻ യൂണീക്നെസ് ഉണ്ട്. നമ്മൾ ഒരാളും ഒരാളുടെ പോലെയല്ല. സാമ്യങ്ങൾ ഉണ്ടാവാം, അതിപ്പോ ഇയാളെ അയാളുടെ പോലെ തോന്നും, ദാറ്റ് ഇസ് സിമിലാരിറ്റി, സെയിം അല്ല. അപ്പോ ഹൗ കൻ ഐ സേ മൈ പാത്ത് ഇസ് ദ ഗുഡ് വൺ ഓർ ദ റൈറ്റ് വൺ? അതുകൊണ്ടാണ് ഞാൻ ഈ പാത്ത്ലെസ് പാത്ത് എന്നുള്ളത് ട്രൂത്ത്, സത്യത്തിൽ നിൽക്കുന്നതാണ്. യുവർ പാത്ത് ഇസ് യുവർ പാത്ത് ആൻഡ് ദാറ്റ്സ് റൈറ്റ് ഫോർ യു. മൈ പാത്ത് ഇസ് ഗുഡ് ഫോർ മീ. അത് ആ ഒരു അതല്ല ഇത്രയും കൂടുതൽ ആൾക്കാർക്ക് അതിൽ കണക്ട് ആവാൻ പറ്റുന്നത്. യു ആർ ദ പാത്ത്, യു ആർ ദ ജേർണി, യു ആർ ദ ഡെസ്റ്റിനേഷൻ. ഐ എം ഹിയർ വിത്ത് യു, യു വാക്ക്, ഐ വിൽ ബി ദേർ. അപ്പൊ നമുക്ക് കമ്പാനിയൻഷിപ്പ് കൊടുക്കാനേ പറ്റുള്ളൂ. ഐ കനോട്ട് എക്സ്പീരിയൻസ് ഓൺ യുവർ ബിഹാഫ്. ഇപ്പൊ മാളുബേക്ക് വിശപ്പ് വരികയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ? അതേപോലെ തന്നെ എല്ലാ ആസ്പെക്ടിലും നമുക്ക് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് ഇല്ല റോള്. അല്ലെ, ഒരാൾക്ക് അസുഖം വന്നു, അയാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ട്രീറ്റ്മെന്റ് എനിക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാത്ത്ലെസ് പാത്താണ് സത്യം. ആ പാത്ത്ലെസ് പാത്തിൽ കൂടെ പോകുമ്പോഴേ നമുക്ക് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടി ഇവോൾവ് ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പൊ ആത്മീയതയിൽ സഞ്ചരിക്കുന്ന ഒരു ആൾക്ക് കുടുംബജീവിതത്തിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസും പിന്നെ ഈ ആത്മീയതയുടേതായുള്ള രീതിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നടക്കും പറ്റുമല്ലോ. കാരണം സ്റ്റെബിലിറ്റി അല്ലേ മെയിൻലി ആത്മീയതയുടെ ഒരു വലിയ കാര്യം. നമ്മള് എല്ലാത്തിലും എന്ത് ചെയ്യുമ്പോൾ നോക്കൂ, ഒരു ജീവിതത്തില് ഇപ്പൊ തന്നെ 3 ടൈപ്പ് സമയം തന്നെയുണ്ട്. ഒന്ന് ഉണർന്നിരിക്കുന്ന സമയം, സ്വപ്നം കാണുന്ന സമയം, സുഷുപ്തി സമയം. ഈ 3 സമയത്തും നമ്മളുണ്ട്. പക്ഷെ നമ്മുടെ 3 സമയത്തുള്ള ആസ്പെക്ടിന് വ്യത്യാസമുണ്ട്. ഞാനെന്നുള്ള വ്യക്തി ഡ്രീം സ്റ്റേറ്റിൽ ഞാൻ വളരെ വ്യത്യാസമുണ്ട്, ഡീപ് സ്ലീപ് സ്റ്റേറ്റിൽ ഞാൻ ഇല്ല. അങ്ങനെ 3. അതേപോലെ തന്നെ നമ്മുടെ ഓരോ സമയത്തും ഓരോ പോയിന്റിലും നമുക്ക്
ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽനെസ്സും ഉണ്ട് അല്ലെ, ഒരു വ്യക്തിത്വം ഉണ്ട്, ആ വ്യക്തിത്വം. അപ്പോ പിന്നെ ഇതില് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കോംപ്രമൈസ് ചെയ്യാനില്ല. എല്ലാ ആസ്പെക്റ്റും നമുക്ക് അതേപോലെ കാണാം. അതായത് വെൻ യു പ്ലേ വിത്ത് യുവർ ചൈൽഡ്, ബി ലൈക്ക് എ ചൈൽഡ് 100%. അപ്പൊ ഒരു ഫാദറും മദറും ഒന്നും ആവണ്ട. അപ്പൊ നമുക്ക് ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വെൻ യു ആർ വിത്ത് യുവർ ഫാമിലി, ഡിഫറെന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളൊരു വ്യക്തി എന്തോരം റോള് ദിവസം പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി ഇപ്പൊ അച്ഛനായിരിക്കാം, ബ്രദറായിരിക്കാം, മകനായിരിക്കാം, പലതുമായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം. അതേ സമയത്ത് സ്ത്രീകളും അതേപോലെ തന്നെ ആ റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബി ദാറ്റ്. അപ്പൊ നമുക്കിപ്പോ എന്തുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണമെന്ന് വെച്ചാല്, സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ ട്രാപ്പ്. അതൊരു ചെയിനോ ബൈൻഡിങ്ങോ ഒന്നുമല്ല. സ്പിരിച്വാലിറ്റി ഈസ് എ സ്റ്റേറ്റ് വേർ യു ആർ ഏബിൾ ടു വാക്ക് ത്രൂ എവറിത്തിങ് ലൈക്ക് എ ബ്രീസ്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ ചെയ്യാം. അത് കഴിഞ്ഞാല് ഇറ്റ് ഡസന്റ് മാറ്റർ, വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അടുത്ത സ്റ്റെപ്പ്. സോ വെൻ യു ആർ ഇൻ ടു സംതിങ് യു വിൽ ബി ഫുള്ളി ദാറ്റ്. അങ്ങനെയാണ് ഓരോന്ന്. അതായത് ഇതിന് ഈ ബിസിനസ് ടേംസിൽ കമ്പാർട്ട്മെന്റൽ അതൊക്കെ പറയാം. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട. നമ്മൾ ഒരു കാര്യം മുമ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കണേ, ഞാൻ മാളവികയോട് സംസാരിക്കണേ, ഇപ്പൊ എന്റെ റിയാലിറ്റി ഇത്രയേ ഉള്ളൂ. ഇനി എന്തൊക്കെ റിയാലിറ്റി ചുറ്റുപാടുണ്ടെങ്കിലും അതിലെനിക്ക് ബാധകമില്ല. കാരണം ആ ഒരു ലെവലിൽ എനിക്ക് ചിന്തിക്കാനും പറ്റില്ല. അതില് എനിക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇമാജിൻ, ഞാൻ ചിന്തിക്കാം, ഞാനിപ്പോ പാരീസിൽ ഇരിക്കേണ്ടതല്ലേ, ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണേ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതൊക്കെ മൈൻഡിന്റെ ഗെയിമാണ്. മൈൻഡ് ഓരോന്ന് പറയും, മനസ്സ് ഓരോ ലെവലില് പ്രൊജക്ട് ചെയ്യും. യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ, യു ഷുഡ്. അതൊക്കെ നമ്മുടെ ഇമാജിനേഷനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കാര്യത്തിൽ ഒരാൾ ഇരിക്കുമ്പോ വേറെ കാര്യം ചിന്തിക്കുമ്പോ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിന് ഇഫക്റ്റ് ഇല്ലാണ്ടാവും. അതായത് വെൻ യുവർ മൈൻഡ് ഈസ് ആബ്സെന്റ് യു ഡോണ്ട് എക്സ്പീരിയൻസ്. അതായത് ഐസ് ആൻഡ് മൈൻഡ് ടുഗദർ യു സീ, അതർവൈസ് യു വിൽ ബി ലുക്കിംഗ്. നോക്കുണ്ടാവും പക്ഷെ കാണില്ല. മൈൻഡും ചെവിയുടെ കൂടി ഇല്ലെങ്കിൽ കേൾക്കില്ല. അപ്പൊ അതേപോലെ ഒരു സ്മെല്ല് അനുഭവിക്കുക, മൂക്കിന്റെ കൂടെ മനസ്സില്ലെങ്കിൽ അതും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. മൈൻഡ് ഒരു പ്രോസസ്സറാണ്. മനസ്സ് ഒരു പ്രോസസ്സറാണ്. ഈ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന ഡാറ്റ പ്രോസസ് ചെയ്യും. അതിന്റെ ചേർക്കുന്ന ഫ്ലേവേഴ്സ് ആണ് നമ്മുടെ ഈ ഉള്ളിലുള്ള ഇംപ്രഷൻസ്. ഞാനൊരു വ്യക്തി കണ്ടു, ഇയാൾ അയാളുടെ പോലെ ഇരിക്കുന്നു, അപ്പൊ എനിക്ക് ഇയാളോട് ഓൾറെഡി ഇഷ്ടമോ ദേഷ്യമോ വരാം. അതൊന്നും ആ വ്യക്തിയായിട്ട് ബന്ധമില്ല. നമ്മൾ എങ്ങനെയാണോ അത് പ്രോസസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മുടെ റിയാലിറ്റി. അപ്പോ റിയാലിറ്റി എന്ന് പറഞ്ഞാല് ഈസ് ബേസ്ഡ് ഓൺ ഹൗ യു ലുക്ക് അറ്റ് തിങ്സ്, ഹൗ യു പ്രോസസ് തിങ്സ്, സിംപ്ലി ഹൗ യു ആർ, ഹൗ യു ആർ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. 10 കൊല്ലം കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഇപ്പൊ മാളവിക 10 വയസ്സില് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പൊ കിട്ടുകയാണെങ്കിൽ വല്ല ഗുണം ഉണ്ടാവോ? അത് അന്നത്തെ സമയം പോയി. ഇപ്പൊ വേറെ കാര്യങ്ങളായിരിക്കും ആഗ്രഹം. അങ്ങനെ ഒരു ഇവല്യൂഷൻ ലൈഫിലുണ്ട്. അത് സെൽഫ് ജനറേറ്റഡാ. അതിപ്പോ നമ്മുടെ ഗ്രോത്ത് എടുത്താലും അറിയാം. ഒരു 6 ഇഞ്ചസോ 8 ഇഞ്ചസോ 6 തന്നെ തോന്നും ഉള്ള ഒരു കുട്ടി 6 അടിയുള്ള ഒരു മനുഷ്യനായി മാറുകയാണ്. ഒരാളും ഒന്നും ചെയ്യണില്ല അതിന്. അത് ഉദരത്തില് വലുതാവുന്നത് പോലെ തന്നെ പുറത്തു വന്നിട്ടും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൺ ചെയ്യാം, നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ട് വലുതായി എന്ന് പറയാം. അതൊക്കെ സപ്പോർട്ട് വർക്കാണ്. ബട്ട് ഹൗ ആർ യു ഗ്രോയിങ്? How are you evolving? It's nature. അങ്ങനെയാണ് ഇത് നിൽക്കുന്നത്. So everything you can experience when you are there. Mind should be there. Don't compromise it.